നമസ്കാരം, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ടേൽസ് ഓഫ് ഏഞ്ചൽ. അപ്പൊ ഞാൻ ഇതിന്റെ ഹെയർ സ്റ്റൈൽ ഒന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ എന്റെ ഈ ഹെയർ സ്റ്റൈലാണോ എന്റെ പഴയ ഹെയർ സ്റ്റൈലാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത്? നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണം കേട്ടോ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് കമന്റിൽ ഒരു ചേച്ചി സജസ്റ്റ് ചെയ്ത വീഡിയോ ആയിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ആ ചേച്ചി ഇപ്പൊ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞിട്ടിരിക്കുകയാണ്. അപ്പൊ ചേച്ചി എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തൊക്കെയായിരുന്നു എന്റെ ഡയറ്റ് എന്ന്. ഞാൻ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞിരുന്ന സമയത്ത് എന്റെ ഡയറ്റ് എന്തൊക്കെയായിരുന്നു, ചേച്ചി ഭയങ്കര കൺഫ്യൂസ്ഡ് ആണെന്ന് പറഞ്ഞ ഒരു കമന്റ് ഉണ്ടായിരുന്നു. അപ്പൊ എന്റെ ട്രാൻസ്പ്ലാന്റിന് സമയത്തും അത് കഴിഞ്ഞിട്ടും ഞാൻ ഫോളോ ചെയ്ത ഡയറ്റും എനിക്ക് എന്തൊക്കെ ഫുഡ് റെസ്ട്രിക്ഷൻസ് ആയിട്ടുണ്ടായിരുന്നെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ക്യാൻസർ ഡയഗ്നോസ് ചെയ്ത സമയത്തൊന്നും എനിക്ക് ഒരു ഫുഡ് റെസ്ട്രിക്ഷൻസും ഇല്ലായിരുന്നു കേട്ടോ. എനിക്ക് ട്രാൻസ്പ്ലാന്റിന് മുമ്പ് ഇപ്പൊ കീമോ എടുത്തോണ്ടിരുന്ന ടൈമിലാണെങ്കിലും എനിക്ക് എന്ത് ഫുഡ് വേണേലും കഴിക്കായിരുന്നു, ഒരു റെസ്ട്രിക്ഷൻസും ഇല്ലായിരുന്നു. പിന്നെ റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ ഹോട്ടലിൽ നിന്നുള്ള ഫുഡുകൾ മാത്രമേ എനിക്ക് റെസ്ട്രിക്റ്റഡ് ആയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ ന്യൂട്രോഫിൽ ഇങ്ങനെ കീമോ ചെയ്ത് കഴിയുമ്പോൾ ന്യൂട്രോഫിൽ കുറയും. അപ്പൊ ആ സമയത്ത് എനിക്ക് ഫ്രൂട്ട്സ് ഒന്നും കഴിക്കാൻ പറ്റത്തില്ല. ന്യൂട്രോഫിൽ കൂടി കഴിയുമ്പോൾ പിന്നെ ഫ്രൂട്ട്സ് കഴിക്കാം. ആ റെസ്ട്രിക്ഷൻസ് അല്ലാതെ എനിക്ക് വേറെ ഒരു ഫുഡ് റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നില്ല കേട്ടോ. എനിക്ക് ട്രാൻസ്പ്ലാന്റിന് കയറിയ പിന്നെയാണ് എനിക്ക് ഫുഡ് റെസ്ട്രിക്ഷൻസ് എന്ന് പറഞ്ഞ ഒരു സാധനം വന്നത്. ട്രാൻസ്പ്ലാന്റിന് കയറുന്നതിന് മുമ്പ് എനിക്ക് കുറച്ച് ഡയറ്റ് ചാർട്ട് ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. അതിനകത്ത് റെസ്ട്രിക്ഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഫുഡ് ഇൻക്രീസ് ചെയ്യണമെന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പൊ എന്റെ ഡയറ്റ് ചാർട്ടും കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ കഴിഞ്ഞ പ്രിപ്പറേഷൻ വീഡിയോയിൽ ഞാൻ അതിന്റെ ഡയറ്റ് ചാർട്ടിന്റെ ഫോട്ടോസ് സഹിതം ഞാൻ ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവരൊക്കെ ഒന്ന് പോയി ചെക്കൗട്ട് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പൊ എനിക്ക് ട്രാൻസ്പ്ലാന്റേഷൻ യൂണിറ്റിൽ കയറിയ അന്ന് മുതൽ ഈ നിമിഷം വരെ കഴിക്കാൻ പറ്റാതെ എന്നോട് അവോയ്ഡ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള ഒരു സാധനം എന്താന്ന് വെച്ചാൽ മിൽക്കും മിൽക്ക് പ്രോഡക്ട്സും ആണ് കേട്ടോ. എനിക്ക് പാല് കുടിക്കാനേ പറ്റത്തില്ല. പാല് കുടിക്കാൻ പറ്റത്തില്ല, ചായ കുടിക്കാൻ പറ്റത്തില്ല, കാപ്പി കുടിക്കാൻ പറ്റത്തില്ല, പാലിന്റെ പ്രോഡക്ട്സ് ഒന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ആദ്യം ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞത് ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞിട്ട് 100 ദിവസം കഴിയുമ്പം നോക്കാം, മിൽക്ക് പ്രോഡക്ട്സ് യൂസ് ചെയ്യാൻ പറ്റുമോ നോക്കാം, 100 ദിവസം വരെ കഴിക്കണ്ടെന്നാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ 100 ദിവസം ആവാനായിട്ട് നോക്കിയിരുന്നു. 100 ദിവസമായപ്പോ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. 100 ദിവസം ആയല്ലോ, ഇന്ന് ഡോക്ടറിന്റെ അടുത്ത് ചെന്ന് പാല് കുടിക്കാവോന്ന് ചോദിച്ചിട്ട് പാലൊക്കെ കുടിക്കാലോ എന്ന് പറഞ്ഞ് ഭയങ്കര എക്സൈറ്റ്മെന്റിലായിരുന്നു. അപ്പൊ ഞാൻ 100 ദിവസമായപ്പോ ചെക്കപ്പിന് ഓടിച്ചെന്ന് ഡോക്ടറെ പാല് കുടിച്ചോട്ടെ എന്ന് ചോദിച്ചു. ഡോക്ടർ പറഞ്ഞു വേണ്ട, 1 വർഷം വരെ കുടിക്കണ്ടെന്ന് പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ 1 വർഷം നോക്കിയിരുന്നു. 1 വർഷമായപ്പോ ഞാൻ തന്നെ ചോദിച്ചു ഡോക്ടറെ പാല് കുടിച്ചോട്ടെ. ഡോക്ടർ പറഞ്ഞു വേണ്ട, ഇന്ന് ഈ പാല് കുടിക്കാതെ ജീവിക്കാൻ പറ്റൂല, ഇനി പാല് കുടിക്കാണ്ട് ജീവിച്ചാൽ മതി എന്നാണ് എന്നോട് ഇപ്പൊ പറഞ്ഞേക്കുന്നത്. ഇനി ഇത് കഴിയുമ്പോ ഫർദർ എനിക്ക് പാല് കുടിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. പാലിന്റെ ഒരു പ്രൊഡക്ട്സും ഇതുവരെ ഈ നിമിഷം വരെ എന്നോട് യൂസ് ചെയ്യേണ്ടതെന്നാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ എനിക്ക് കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഹോട്ടൽ ഫുഡ്സ് ആണ് കേട്ടോ. പുറത്തുനിന്നുള്ള ഒരു ഫുഡും എനിക്ക് പറ്റത്തില്ലായിരുന്നു. ഫുള്ളി റെസ്ട്രിക്റ്റഡ് ആയിരുന്നു കേട്ടോ. ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സാധനം പോലും വാങ്ങിച്ച് കഴിക്കില്ലെന്ന്. ഇപ്പൊ ഹോസ്പിറ്റൽ ആണെങ്കിൽ തന്നെ ഹോസ്പിറ്റൽ ക്യാൻറ്റീൻ ഇപ്പൊ BMT യൂണിറ്റിലോട്ട് തന്നെ അവർ സെപ്പറേറ്റ് ഫുഡ് ഉണ്ടാക്കുമായിരുന്നു എന്നാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം അങ്ങനെ ക്യാൻറ്റീനിൽ നിന്നുള്ള ഫുഡ് മാത്രമേ നമുക്ക് തരത്തുണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ ബേക്കറി ഐറ്റംസ് ഒന്നും പറ്റത്തില്ലായിരുന്നു. പിന്നെ മമ്മി ഇങ്ങനെ വീട്ടിൽ എനിക്ക് ട്രാൻസ്പ്ലാന്റ് ആയി കഴിഞ്ഞപ്പോൾ ചില സമയത്ത് ഇങ്ങനെ ഏത്തക്ക ബോളിയൊക്കെ ഉണ്ടാക്കി തരും. അങ്ങനെ നമ്മൾ വീട്ടിൽ നല്ല വെളിച്ചെണ്ണയിലൊക്കെ ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ പിന്നെ കുഴപ്പമില്ല, നമുക്ക് കുറച്ചൊക്കെ കഴിക്കായിരുന്നു. പിന്നെ ഫ്രൈഡ് ആയിട്ടുള്ള ഐറ്റംസ് പൊതുവെ അവോയ്ഡ് ചെയ്യാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ എൻ്റെ അടുത്ത് കഴിക്കണ്ടെന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനമായിരുന്നു മൈദ. മൈദ മൈദ എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് വരുന്ന ബ്രെഡ് ബൺ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പം ബ്രെഡ് ബണ്ണൊന്നും അഡ്വൈസബിൾ അല്ലായിരുന്നു. കാരണം അതിൻ്റെ അകത്ത് ഇപ്പൊ 1-2 ദിവസം ഇരിക്കുമ്പോൾ തന്നെ അതിൻ്റെ അകത്ത് ഫംഗസ് വരാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അപ്പൊ എനിക്ക് ഫംഗൽ ഇൻഫെക്ഷൻ വരും. ഒരു ഇൻഫെക്ഷനും നമ്മുടെ ബോഡിയിൽ പ്രവേശിക്കാൻ പാടുള്ളതല്ല. അതുകൊണ്ട് തന്നെ ബ്രെഡ് ബൺ അങ്ങനത്തെ സാധനങ്ങളൊന്നും വേണ്ടെന്ന്, മൈദയുടെ ഒരു ഐറ്റംസും വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ മമ്മിയാണെങ്കിലും മൈദയുടെ ഒരു ഫാൻ അല്ല. മമ്മി ഭയങ്കര ഹെൽത്ത് കോൺഷ്യസ് ആണ് കേട്ടോ. അപ്പൊ മമ്മിക്ക് ഈ മൈദ അങ്ങനത്തെ സാധനങ്ങളൊന്നും യൂസ് ചെയ്യുന്നത് ഒട്ടും ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് തരത്തില്ലായിരുന്നു. പിന്നെ ഡോക്ടർ ഫുള്ളി റെസ്ട്രിക്റ്റഡ് ആയതുകൊണ്ട് തന്നെ ഒരു സാധനം എനിക്ക് മൈദയുടെ വാങ്ങിച്ച് തരത്തില്ലായിരുന്നു കേട്ടോ. പിന്നെ ഇപ്പം ഞാൻ ബ്രെഡ് കഴിക്കുവാണെങ്കിൽ തന്നെ പച്ചക്ക് ഇങ്ങനെ കവറിൽ നിന്ന് എടുത്ത് അങ്ങനെ കഴിക്കാറില്ല. എനിക്ക് ടോസ്റ്റ് ചെയ്തേ മമ്മി തരത്തുള്ളൂ കേട്ടോ. ചൂടാക്കി നമ്മുടെ എണ്ണയിൽ പാനിൽ ഇട്ടിട്ട് ചൂടാക്കിയിട്ടൊക്കെ എനിക്ക് തരത്തുള്ളൂ. കാരണം നമുക്ക് ഫംഗസ് പെട്ടെന്ന് പിടിക്കാനായിട്ട് ചാൻസ് ഉള്ള ഒരു ഫുഡാണ് ബ്രെഡും ബണ്ണും ഒക്കെ. പിന്നെ എനിക്ക് റെസ്ട്രിക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് റെഡ് മീറ്റ്സ് ആണ് കേട്ടോ. അപ്പൊ റെഡ് മീറ്റ്സിന്റെ അകത്ത് നമ്മുടെ ബീഫ്, പോർക്ക്, മട്ടൺ അങ്ങനത്തെ സാധനങ്ങളൊക്കെ റെഡ് മീറ്റ്സ് ആണ്. അതൊന്നും എനിക്ക് കഴിക്കാൻ പറ്റത്തില്ലായിരുന്നു കേട്ടോ. അതെനിക്ക് അലോ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ 2-3 മാസം മുമ്പേ ഡോക്ടറിന്റെ അടുത്ത് പോയപ്പോഴാണ് ഡോക്ടർ പറഞ്ഞത് മാസത്തിൽ ഒന്നൊക്കെ ഒരു പ്രാവശ്യമൊക്കെ വേണം ബീഫ് ഒന്ന് കഴിച്ചോ,
അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ നിർബന്ധമായിട്ട് കഴിക്കണംന്നൊന്നുമില്ല. അത് അവോയ്ഡ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. ഒരുപാട് റെഡ് മീറ്റ്സ് കഴിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ 3, 4 മാസം മുമ്പ് വരെ എനിക്ക് ഒട്ടും കഴിക്കാൻ പറ്റത്തില്ലാത്ത സാധനമായിരുന്നു കേട്ടോ റെഡ് മീറ്റ്സ്. ഇപ്പം മാസത്തിൽ ഒരിക്കലൊക്കെ വേണമെങ്കിൽ ഒന്ന് കഴിച്ചോളാൻ പറഞ്ഞിട്ടുണ്ട്. അത്രേ ഉള്ളൂ. പിന്നെ എനിക്ക് ചിക്കൻ അലൗഡ് ആയിരുന്നു കേട്ടോ. ചിക്കൻ കഴിക്കായിരുന്നു. നമ്മുടെ വീട്ടിൽ തന്നെ കുക്ക് ചെയ്ത ചിക്കനാട്ടോ. പുറത്തുനിന്നൊന്നും വാങ്ങിച്ച് കഴിക്കാൻ പറ്റത്തില്ലായിരുന്നു. പിന്നെ മെയിനായിട്ട് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡാണ് കേട്ടോ അവർ അഡ്വൈസ് ചെയ്യുന്നത്. നല്ല പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഫുഡുകളാണ് നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് പറയുന്നത്. നമ്മുടെ ഹെൽത്തിന് വേണ്ടിയിട്ട് പിന്നെ വെയിറ്റ് ഇൻക്രീസ് ചെയ്യാനൊക്കെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡായിരുന്നു കഴിക്കേണ്ടത്. അപ്പൊ ചിക്കൻ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു ഫുഡാണല്ലോ. പിന്നെ എന്റെ ഫേവറേറ്റ് സാധനമാണ് ചിക്കൻ. പക്ഷെ ആ സമയത്തൊന്നും എനിക്ക് ചിക്കൻ മുമ്പിൽ കൊണ്ട് വെച്ചാൽ എനിക്ക് കഴിക്കാൻ പറ്റത്തില്ലായിരുന്നു. ഇപ്പൊ ട്രാൻസ്പ്ലാന്റ് യൂണിറ്റിൽ ഉണ്ടാകുന്ന സമയത്ത് എന്തൊക്കെ മുന്നേ കൊണ്ടുപോയി വെച്ചാലും ഞാൻ കഞ്ഞി മാത്രമേ കുടിക്കുള്ളൂ. അതുപോലും പറ്റില്ല. കാരണം എനിക്ക് എന്തെങ്കിലും കഴിക്കണം എന്നുണ്ടെങ്കിൽ എന്തിന്റെങ്കിലും സ്മെല്ല് അങ്ങേ മൂലയിൽ അടിച്ചാൽ മതി ഞാൻ ഇവിടെ വൊമിറ്റ് ചെയ്യും. എനിക്ക് ഒട്ടും പറ്റത്തില്ലായിരുന്നു. സ്മെല്ല് ഭയങ്കര പ്രശ്നമായിരുന്നു. പിന്നെ കഞ്ഞി തന്നെ കഷ്ടപ്പെട്ടാ കുടിച്ചോണ്ടിരുന്നത്. അതും എന്തെങ്കിലും കറി ഉണ്ടെങ്കിൽ പോലും എനിക്ക് സ്മെല്ല് പിടിക്കത്തില്ല. ഞാൻ പച്ചയ്ക്ക് കഞ്ഞിയൊക്കെ കുടിക്കുള്ളായിരുന്നു കേട്ടോ. പിന്നെ ഞാനാണെങ്കി പ്രോട്ടീൻ പൗഡർ കുടിക്കുമായിരുന്നു കേട്ടോ. ക്യാബി പ്രോ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്യാബി പ്രോ പ്രോട്ടീൻ പൗഡർ ഞാൻ എടുക്കുമായിരുന്നു. ബിഎംടിയിൽ കിടന്ന സമയത്ത് 3ഉം 4ഉം പ്രാവശ്യമൊക്കെ ഒരു ദിവസം കഴിച്ചോളാൻ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ആ ഒറ്റ പ്രോട്ടീൻ പൗഡറിലാണ് നമ്മൾ നിൽക്കുന്നത്. ഫുഡൊന്നും കഴിക്കാൻ പറ്റാത്തതുകൊണ്ട്. പിന്നെ ട്രാൻസ്പ്ലാന്റ് യൂണിറ്റിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് ഞാൻ ഒരു വർഷത്തോളം ഞാൻ പ്രോട്ടീൻ പൗഡർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പൊ സ്റ്റോപ്പ് ചെയ്തു. ഇപ്പൊ ഇല്ല. ഇപ്പൊ നോർമലായിട്ട് ഫുഡൊക്കെ കഴിക്കുന്നതുകൊണ്ട് പ്രോട്ടീൻ പൗഡർ അങ്ങനെ യൂസ് ചെയ്യാറില്ല. അതുപോലെ തന്നെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ്സ് ആണല്ലോ നമ്മുടെ മുളപ്പിച്ച പയറ്, അങ്ങനത്തെ പയർ ഐറ്റംസ് ഒക്കെ നമുക്ക് നല്ലോണം കഴിക്കായിരുന്നു. പിന്നെ നമുക്ക് കഴിക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെജിറ്റബിൾസ്, ഇലക്കറികളൊക്കെ നമുക്ക് എന്തോരം വേണേലും കഴിക്കായിരുന്നു കേട്ടോ. അതൊരു പ്രശ്നമല്ല. നന്നായിട്ട് കഴിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇലക്കറികളൊക്കെ. ഹോസ്പിറ്റലിൽ നിന്ന് ഞാൻ ഡിസ്ചാർജ് ആയി കഴിഞ്ഞപ്പം മമ്മി എനിക്ക് എല്ലാ ദിവസവും ചോറ് അപ്പം ഫുഡ് വെച്ചിട്ട് അപ്പൊ തന്നെ തീർക്കും. ഇപ്പൊ രാവിലെ ഫുഡ് വെച്ച് കഴിഞ്ഞാൽ രാവിലെ തന്നെ തീർക്കും. പിന്നെ ഉച്ചയ്ക്ക് വേറെ ഫുഡ് വെക്കും. പിന്നെ വൈകുന്നേരം വേറെ ഫുഡ് വെക്കുവാണ്. അല്ലാതെ രാവിലെ വെച്ച ഫുഡ് വൈകുന്നേരത്തേന് വെക്കത്തില്ല. എപ്പോഴും ഫ്രഷ്ലി കുക്ക്ഡ് ആയിട്ടുള്ള ഫുഡേ കഴിക്കാവുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. കറികളാണെങ്കിൽ പോലും മമ്മി ഓരോ സമയത്ത് ഇച്ചിരി ഇച്ചിരി കറികൾ വെച്ചേ വെക്കത്തുള്ളായിരുന്നു. ഒന്നും മിച്ചം വെക്കത്തില്ലായിരുന്നു. മിച്ചം വെച്ചാൽ തന്നെ എനിക്ക് തരത്തില്ല. മമ്മി കഴിക്കുന്നേ ഉള്ളൂ. വൈകുന്നേരത്തേനൊക്കെ എനിക്ക് ഫ്രഷ്ലി കുക്ക്ഡ് ആയിട്ട് തന്നെ ഫുഡ് ഉണ്ടാക്കി തരത്തുള്ളായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് ഫിഷ് ഒക്കെ കഴിക്കായിരുന്നു കേട്ടോ. അതൊന്നും ഒരു പ്രശ്നമല്ലായിരുന്നു. എന്ത് മീൻ വേണേലും കഴിക്കായിരുന്നു. പക്ഷെ സീ ഫുഡ് ഒന്നും ലൈക്ക് ഷെൽ ഫിഷില്ലേ, ഷെല്ലുള്ള ഫിഷുകളൊന്നും പറ്റത്തില്ല. ലൈക്ക് പ്രോൺസ്, ക്രാബ്, സ്ക്വിഡ് അങ്ങനത്തെ സാധനങ്ങളൊന്നും അലൗഡ് അല്ലായിരുന്നു. കാരണം അതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് അതൊന്നും കഴിക്കരുതെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ട്രാൻസ്പ്ലാന്റിന് കയറിയപ്പോൾ തൊട്ട് എനിക്ക് നട്ട്സ് ഒന്നും അലൗഡ് അല്ലായിരുന്നു കേട്ടോ. ലൈക്ക് പീനട്സ്, കാഷ്യൂ, റേസിൻസ് അതൊന്നും അലൗഡ് അല്ലായിരുന്നു. പിന്നെ ഒരു ട്രാൻസ്പ്ലാന്റ് ഒക്കെ കഴിഞ്ഞ് ഒരു 6-7 മാസം കഴിഞ്ഞപ്പോഴാണ് കേട്ടോ എന്നോട് ഡയറ്റീഷ്യൻ എൻ്റെ അടുത്ത് നട്ട്സ് ഒക്കെ കഴിച്ചോളാൻ പറഞ്ഞു. അത് നമ്മൾ ചുമ്മാ കഴിക്കാൻ പറ്റത്തില്ല. മമ്മിയോട് പറഞ്ഞ് റോസ്റ്റ് ചെയ്ത് തരാനേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അന്നേരം കാഷ്യൂസ് ആ സമയത്ത് അലൗഡ് അല്ലായിരുന്നു കേട്ടോ. പീനട്സ്, റേസിൻസ് ഒക്കെ ഇങ്ങനെ ഡേറ്റ്സും നമുക്ക് ഇങ്ങനെ എണ്ണയിലിട്ട് ചെറിയതായിട്ട് ഓയിൽ ഒഴിച്ചിട്ട് റോസ്റ്റ് ചെയ്തിട്ട് മാത്രമേ കഴിക്കാൻ അലൗഡ് ഉള്ളായിരുന്നു കേട്ടോ. പിന്നെ ഈ ഇടയ്ക്കാണ് ഞാൻ റോസ്റ്റ് ചെയ്യാതെ കാഷ്യൂസും എല്ലാ നട്ട്സ് ഒക്കെ കഴിക്കാനായിട്ട് പിന്നെയും തുടങ്ങിയത്. പിന്നെ അതുപോലെ തന്നെ മമ്മി എനിക്ക് ഒട്ടും വാങ്ങിച്ചു തരാത്തൊരു സാധനമാണ് കേട്ടോ ന്യൂഡിൽസ്. ന്യൂഡിൽസും ഈ മൈദ വെച്ചാണല്ലോ ഉണ്ടാക്കുന്നത്. പിന്നെ മമ്മിക്ക് ഒട്ടും ഇഷ്ടമില്ല നൂഡിൽസ് എനിക്ക് വാങ്ങിച്ചു തന്നെ. അതുകൊണ്ട് എനിക്ക് വാങ്ങിച്ചു തരത്തില്ല. പിന്നെ അതിൻ്റെ അകത്ത് മസാലയ്ക്കകത്ത് ഈ അജിനോമോട്ടോ പോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അതും ഒന്നും ഒട്ടും ഹെൽത്തിന് നല്ലതല്ല. അതുകൊണ്ട് മമ്മി ഇപ്പൊ എനിക്ക് നൂഡിൽസേ വാങ്ങി തരാറില്ല. അത് പണ്ട് മുതലേ മമ്മിക്ക് ഇഷ്ടമല്ലായിരുന്നു നൂഡിൽസ് വാങ്ങി തരുന്നത്. പിന്നെ ഇപ്പം അതിന് പകരം പാസ്ത എനിക്ക് ഉണ്ടാക്കി തരാറുണ്ട് കേട്ടോ ഇടയ്ക്കിടയ്ക്ക്. പിന്നെ എല്ലാ ദിവസവും ഞാൻ മുട്ട കഴിക്കുമായിരുന്നു കേട്ടോ. എല്ലാ ദിവസവും മുട്ട കഴിക്കണമെന്ന്, ബോയിൽഡ് എഗ്ഗ് കഴിക്കണം എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഓംലെറ്റ്, ലൈക്ക് ബുൾസൈ അങ്ങനത്തെ സാധനങ്ങളൊന്നും കഴിക്കാൻ പറ്റത്തില്ല. കാരണം ബുൾസൈ ആകുമ്പം ഫുള്ളി എഗ്ഗ് വേഗത്തില്ല. ഹാഫ് ബോയിൽഡ് അല്ലേ ആകത്തുള്ളൂ. അപ്പൊ ഹാഫ് ബോയിൽഡ് ആയിട്ടുള്ളതൊന്നും കഴിക്കാൻ പറ്റത്തില്ല. മുട്ട നന്നായിട്ട് വേവിച്ചിട്ടേ കഴിക്കാൻ പറ്റത്തുള്ളായിരുന്നു കേട്ടോ. പുഴുങ്ങിയ മുട്ട അതൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഓംലെറ്റ് കുഴപ്പമില്ല. അത് രണ്ട് സൈഡും കുക്ക് ആവുന്നുണ്ടല്ലോ. ബുൾസൈ ഒന്നും കഴിക്കാൻ പറ്റത്തില്ലായിരുന്നു കേട്ടോ. അതിൻ്റെ അകത്ത് ബാക്ടീരിയാസ് ഒക്കെ കാണാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് അതൊന്നും അലൗഡ് അല്ലായിരുന്നു. പിന്നെ എനിക്ക് റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അത് ഡയറ്റീഷ്യൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഞാൻ ഓർക്കുന്നില്ല. പക്ഷെ എൻ്റെ മമ്മി എനിക്ക് റെസ്ട്രിക്റ്റ് ചെയ്തൊരു സാധനമായിരുന്നു ഷുഗർ, പഞ്ചസാര. പഞ്ചസാര മമ്മി എനിക്കിപ്പോ തരാറേ ഇല്ല. പിന്നെ ഞാനാണെങ്കിൽ എനിക്ക് ഇപ്പൊ കട്ടൻ കാപ്പിയൊക്കെ കുടിക്കുമ്പോൾ മധുരം വേണമെന്ന് പറഞ്ഞാൽ എനിക്ക് പഞ്ചസാര ഇട്ട് തരത്തില്ല. പകരം മമ്മി ശർക്കരയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. പഞ്ചസാര എനിക്കിപ്പോ ഇട്ട് തരാറേ ഇല്ല കേട്ടോ. പിന്നെ എല്ലാത്തിലും ഉപരിയായിട്ട് ഡോക്ടർ എന്നോട് എപ്പോഴും പറയുന്ന ഒരു കാര്യമായിരുന്നു ഹൈഡ്രേഷൻ.
ഹൈഡ്രേഷൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. വെള്ളം കുടിക്കണം നന്നായിട്ട്. എനിക്കാണെ വെള്ളം കുടിക്കാൻ ഭയങ്കര മടിയായിരുന്നു. പക്ഷെ നന്നായിട്ട് വെള്ളം കുടിക്കണം എന്ന് പറയുമായിരുന്നു കേട്ടോ എൻ്റെ അടുത്ത്. പിന്നെ എനിക്ക് ഇടയ്ക്ക് പൊട്ടാസ്യം കുറയവും കൂടുകയൊക്കെ ചെയ്തോണ്ടായിരുന്നു. അപ്പൊ ചില സമയത്ത് പൊട്ടാസ്യം കുറയുമ്പോ ഞാൻ കരിക്കും വെള്ളമൊക്കെ കുടിക്കാറുണ്ടായിരുന്നു. പിന്നെ പഴമൊക്കെ പുഴുങ്ങി മമ്മി തരാറുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പൊട്ടാസ്യം ചില സമയത്ത് ഹൈ ആവും. ആ സമയത്ത് ഞാൻ പഴമൊക്കെ ഫുള്ളി അവോയ്ഡ് ചെയ്യും. പിന്നെ കരിക്കും വെള്ളം അങ്ങനത്തെ സാധനങ്ങളൊന്നും കുടിക്കാറില്ല. അപ്പൊ എന്റെ കൗണ്ട്സ് ഒക്കെ നോക്കിയിട്ടാണ് കേട്ടോ ഞാൻ എന്തൊക്കെ ഫുഡ് കഴിക്കണം, പൊട്ടാസ്യത്തിന്റെയും കാൽസ്യത്തിന്റെയും ഒക്കെ അളവ് നോക്കിയിട്ടാണ് എന്റെ ആ സമയത്ത് ഫുഡൊക്കെ ഡയറ്റ് ഒക്കെ ഞാൻ നോക്കിക്കൊണ്ടിരുന്നത്. അപ്പൊ ഇതൊക്കെയാണ് ട്രാൻസ്പ്ലാന്റ് യൂണിറ്റിൽ കയറിയപ്പോ തൊട്ട് ഈ നിമിഷം വരെയുള്ള എന്റെ ഡയറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം എന്റെ ഡയറ്റ് ആണ് കേട്ടോ, എനിക്കുണ്ടായിരുന്ന ഡയറ്റ് ആണ് ഞാനിപ്പോ ഇവിടെ പറഞ്ഞത്. ഓരോരുത്തർക്കും ചിലപ്പം ഓരോ ഡയറ്റീഷ്യന്മാരനുസരിച്ച് ചിലപ്പോൾ വേറെ വേറെ ഡയറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. പിന്നെ മിൽക്ക് റെസ്ട്രിക്ഷൻ ഒക്കെ ചിലപ്പോൾ എല്ലാവർക്കും ഒരുപോലെ ആവാനാണ് ചാൻസ്. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഡയറ്റീഷ്യന്റെ അടുത്ത് ചോദിച്ചിട്ട് എന്തൊക്കെ കഴിക്കാം എന്തൊക്കെ കഴിക്കാൻ പാടില്ല എന്ന് ചോദിച്ചിട്ട് വേണം കേട്ടോ നിങ്ങളുടെ ഡയറ്റ് നിങ്ങൾ തീരുമാനിക്കാനായിട്ട്. എന്റെ ഡയറ്റ് ഇങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ആ ബെൽ ബട്ടണും കൂടെ എനേബിൾ ചെയ്യണം കേട്ടോ. എങ്കിലേ ഉള്ളൂ എന്റെ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എത്തത്തുള്ളൂ. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വേഗം തന്നെ കാണാം. അതുവരേക്കും ബൈ.